നമസ്കാരം, ഞാൻ CK നാസർ കാഞ്ഞങ്ങാട്. ഇന്നത്തെ എൻ്റെ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വിഷയം നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കോട്ടയിൽ നടന്നു വരുന്ന ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് സർക്കാരിലേക്ക് പോയത്. ആത്മീയ ചികിത്സയുടെ മറവിൽ അർബുദരോഗ ചികിത്സ ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകി. കാസർഗോഡ് ആത്മീയ ചികിത്സയുടെ മറവിൽ അർബുദ രോഗത്തിന് ചികിത്സ നടത്തുന്നതിനെതിരെ ഇന്റലിജൻസ് അധികൃതർ സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയ വാർത്തയാണ്. ചികിത്സക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയരുകയും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ കൊഴുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇന്റലിജൻസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയതെന്നാണ് സൂചന. കന്യാപാടിക്ക് സമീപത്തെ കോട്ട കേന്ദ്രീകരിച്ച് നടക്കുന്ന ആത്മീയ ചികിത്സക്കെതിരെയാണ് റിപ്പോർട്ട് നൽകിയത്. കോട്ടയിലെ ആത്മീയ ചികിത്സയ്ക്ക് പുറമെ ജില്ലയിലെ മറ്റു ചില കേന്ദ്രങ്ങളിലെ തട്ടിപ്പുകളെക്കുറിച്ചും റിപ്പോർട്ട് നൽകിയിട്ടുള്ളതായാണ് സൂചന. കന്നഡ പത്രത്തിൽ ഇന്ന് വന്ന ഒരു വാർത്തയാണിത്. ക്യാൻസറിനെതിരെ വ്യാജ ചികിത്സ. ഇതാണ് വാർത്തയുടെ പ്രധാന തലക്കെട്ട്. കോട്ടയിലെ അബ്ദുറഹ്മാന്റെ ചികിത്സാ കേന്ദ്രം ഇന്ന് പൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചികിത്സകളൊന്നും തന്നെ കോട്ടയിൽ നടന്നിട്ടില്ല. കോട്ടയിൽ സാധാരണഗതിയിൽ ചികിത്സ നടക്കാറ് ചൊവ്വ ശനി ദിവസങ്ങളിലാണ്. ഇന്ന് രോഗികളും ആരും എത്തിയില്ല. വിജനമായ രീതിയിലാണ് ഇന്ന് കോട്ടയിലെ ദൃശ്യങ്ങൾ പറഞ്ഞു കേട്ടത്. ഏതായാലും ചികിത്സാ കേന്ദ്രം പൂട്ടിയെങ്കിലും ചികിത്സയ്ക്ക് ഇരയായവർ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ്. പരാതി നൽകാൻ ബന്ധുക്കളും മുന്നോട്ട് വന്നിട്ടുണ്ട്. നിരവധി പേരാണ് കോട്ടയുടെ ചികിത്സയും മരുന്നും മന്ത്രവുമായി മരണപ്പെട്ടത്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത് കോട്ടയിലെ അബ്ദുറഹ്മാൻ ചികിത്സ ആരംഭിച്ചത് അജ്മീറിൽ നിന്നുള്ള പൊരുത്തം കൊണ്ടാണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അജ്മീറിൽ നിന്ന് കൊണ്ടുവന്ന മരുന്നാണ് അദ്ദേഹം രോഗികൾക്ക് നൽകിയിരുന്നത്. പക്ഷെ ആളുകൾ കൂടിയപ്പോൾ മരുന്ന് ഉണ്ടാക്കാൻ തന്നെ ഒരു ടീമിനെ ഏൽപ്പിക്കുകയായിരുന്നു. അവർ നിറച്ചു കൊടുക്കുന്ന പൊടിയാണ് അബ്ദുറഹ്മാൻ ഊതി വിതരണം ചെയ്തത്. അവരുണ്ടാക്കിയ മരുന്നാണ് മുഴുവൻ രോഗികൾക്കും നൽകിയത്. എല്ലാ രോഗികൾക്കും ഒരേ മരുന്ന്. ഇത് തയ്യാറാക്കുന്നത് ചില വീടുകളിലാണ്. വീടുകളിൽ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ മരപ്പൊടി, അങ്ങനെയുള്ള നിരവധി കണ്ടന്റുകൾ ഉപയോഗിച്ചാണ് ഈ പൊടി തയ്യാറാക്കിയത്. അരിപ്പൊടി. അപ്പൊ ഇതില് ഫലപ്രാപ്തി കിട്ടും, അല്ലെങ്കിൽ രോഗമുക്തി കിട്ടും എന്നാണ് പ്രചരിപ്പിച്ചിരുന്നത്. ഈ മരുന്ന് വിതരണം ചെയ്ത അന്താഞ്ചാർക്ക് പോലും അറിയില്ല ഇതിനകത്ത് എന്താണ് നിറച്ചിട്ടുള്ളത്. കാരണം 3000-4000 ആളുകൾ വന്നു കഴിഞ്ഞാൽ ഈ 3000-4000 ആളുകൾക്ക് മരുന്ന് വിതരണം ചെയ്യണമല്ലോ. അതാരെങ്കിലും നിറച്ചു കൊടുക്കുന്ന, പാക്കറ്റിൽ നിറച്ചു കൊടുക്കുന്ന മരുന്ന് സൗജന്യമായി വിതരണം ചെയ്യാൻ അതേ സാധിക്കുകയില്ല. കാരണം സൗജന്യമായി ഇത്രയും ആളുകൾക്ക് പാക്കറ്റിലാക്കി ഒട്ടിച്ച് റബ്ബർ ബാൻഡ് ചെയ്ത് വിതരണം ചെയ്യുന്ന മരുന്ന് എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഏതായാലും ഒരു സ്പൂണെങ്കിൽ ഒരു സ്പൂണ് ആ ഒരു സാധനം അതിലേക്ക് നിറക്കാനും പാക്ക് ചെയ്യാനും തന്നെ നല്ലൊരു ചെലവ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ എവിടുന്നാണ് കണ്ടെത്തുന്നത്? അതാണ് ബുദ്ധിയുള്ള, വിവരമുള്ള ആളുകൾ ചിന്തിക്കേണ്ടത്. ഏതായാലും കോട്ടയിലെ ദുരിതങ്ങൾ തീരുന്നില്ല. നിരവധി പേരാണ് രോഗത്തിന് ഇരയായി, രോഗം മൂർച്ഛിച്ച് ആശുപത്രികളിൽ അഭയം തേടിയത്. നിരവധി പേർ പരാതി നൽകാൻ മുന്നോട്ട് വരുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ കളക്ടർക്കും പോലീസ് സൂപ്രണ്ടിനും ഇത് സംബന്ധിച്ച പരാതി കൈമാറുന്നുണ്ട്. അതോടെ അന്താഞ്ചായ
പിന്തുണച്ച് കൂടെ നിന്നവരും കുടുങ്ങും. അന്വേഷണം എല്ലാവരിലേക്കും എത്തും. ആരൊക്കെ ഇതിന് പ്രതിഫലം പറ്റിയിട്ടുണ്ടോ അവരൊക്കെ കുടുങ്ങും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ വീത സഹോദരൻ നൗഫൽ ഉളിയത്തെടുക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി കാസർഗോഡ് മുണ്ടത്തടക്ക കോട്ട അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യസ്നേഹി അവിടെ എത്തുന്ന ആയിരക്കണക്കിന് രോഗികൾക്ക് അദ്ദേഹം അവിടെ നിന്ന് മരുന്ന് നൽകി രോഗത്തിന് ശമനം ഉണ്ട് എന്നറിഞ്ഞ് വീണ്ടും വീണ്ടും ആളുകൾ ആയിരങ്ങൾ ഒഴുകിയെത്തുകയാണ് ഇവിടെ. അതിന്റെ പിന്നാമ്പുറങ്ങളിൽ അന്വേഷിക്കാതെ അദ്ദേഹത്തിന് വ്യക്തിപരമായി അധിക്ഷേപിക്കണം എന്ന ഒറ്റ ആഗ്രഹത്തോടു കൂടിയും മറ്റു ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി അദ്ദേഹത്തെ തരം താഴ്ത്തി ചിത്രീകരിക്കാൻ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ വന്നതിന് ശേഷം എന്നോട് പറഞ്ഞു, നൗഫൽ, അവിടെ 4000 രോഗികളെ, ക്യാൻസർ രോഗികളെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ട് എന്നാണ് ലൈവിൽ വന്ന AB കുട്ട്യാനം എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനും വന്ന് പറഞ്ഞത്. അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നെ വിശ്വസിക്കുന്ന, എന്റെ ലൈവ് കാണുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ എന്നോട് പറഞ്ഞത്, നൗഫൽ, അവിടെ പോയി ഒരു 4 പേരെയെങ്കിലും രോഗം ഭേദമായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് കാണിച്ചാൽ ഞങ്ങൾ ഈ സത്യത്തോടൊപ്പം നിൽക്കാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതെന്റെ കർത്തവ്യമാണ്, എന്റെ ബാധ്യതയാണ്. ഞാനിപ്പോൾ ഉള്ളത് മുണ്ടത്തടക്ക കോട്ട എന്ന് പറയുന്ന അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വസതിക്ക് പുറത്താണ്. ഇവിടെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇദ്ദേഹം ചൊവ്വാഴ്ചയും ശനിയാഴ്ചയാണ് ഇവിടെ രോഗികളെ കാണുന്നത്, രോഗികൾക്ക് വേണ്ടി മരുന്ന് നൽകുന്നത്. പക്ഷെ ഇന്നും അദ്ദേഹത്തിന്റെ രോഗത്തിൽ കൊടുക്കുന്ന മരുന്നിന്, അദ്ദേഹം കൊടുക്കുന്ന മരുന്നിൽ ശമനമുണ്ട് എന്നറിഞ്ഞ് വിശ്വസിച്ച് നൂറുകണക്കിന് ആളുകളാണ് ഇന്നും വരുന്നത്. ആ മനുഷ്യസ്നേഹി ഒരു മിനിറ്റ് പോലും കണ്ണടക്കാതെ വരുന്ന രോഗികൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്നുണ്ട്, ആശ്വാസം പകർന്നു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ലൈവിൽ വരാൻ കാരണം, ഇന്ന് ഇവിടെ നിന്ന് പരിചയപ്പെട്ട ആള് നിലമ്പൂർ, എവിടുന്നാ വരുന്നത്? നിലമ്പൂരിൽ നിന്ന് വന്ന ആള്, നിലമ്പൂര് വഴിക്കടവ് എന്ന സ്ഥലത്ത് നിന്ന് വന്ന ആള് ഇവിടെയുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളിവിടെ എത്തിയത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു. ഒരു വീഡിയോ കണ്ടിട്ടാണ് അവരിവിടെ എത്തിയിട്ടുള്ളത്. അവർ പറഞ്ഞു, നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇവിടെ എത്തുകയും പിന്നീട് മറ്റൊരു വീഡിയോ നിങ്ങൾക്കെതിരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇത് പൊതുസമൂഹത്തോട് പറയാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമായി. കാരണം ഇതൊരു നന്മയാണ്. ഈ നന്മയാണ് ഇവിടെ നടക്കുന്നുള്ളത്. നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ആ വലിയ മനുഷ്യൻ ഇവിടെ രോഗികളെ പരിചരിക്കുന്നത്. അതുകൊണ്ട് ഈ നന്മ ഇവിടെ വറ്റിപ്പോകാൻ പാടില്ല. ഈ നന്മയുടെ ഉറവ ഇവിടെ വറ്റാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇന്ന് നിലമ്പൂരിൽ നിന്ന് വന്ന വഴിക്കടവ് നിന്ന് വന്ന 2 സഹോദരങ്ങൾ എന്റെ കൂടെയുണ്ട്. അവർ നിങ്ങളോട് എന്താണ് അവരിവിടെ വന്ന് രോഗശമനത്തിന് വേണ്ടി ഇവിടെ വന്ന് ഇവിടെ നിന്ന് കഴിച്ച മരുന്നിൽ അവർക്കുണ്ടായ ഭേദം എന്താണെന്ന് അവർ നിങ്ങളോട് പറയും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കാതോർത്തിരിക്കുക. ഞാൻ അവരെ നിങ്ങളുടെ മുമ്പിലേക്ക് ക്ഷണിക്കുകയാണ്. എന്താണ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിയത്? ഞങ്ങൾ ഈ വാട്സപ്പ് കൂടെ ഇത് കണ്ടു, അങ്ങനെ അറിഞ്ഞ് വന്നതാണ്. വാട്സപ്പ് കൂടെ കണ്ടപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്കൊരു കിഡ്നി കണ്ടും കേട് വന്ന ഒരാളുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ വാട്സപ്പ് കണ്ടും ചെയ്തു. അപ്പോൾ ഞങ്ങൾ വന്ന് അന്വേഷിച്ച് ഇവിടെ വന്ന് മരുന്ന് വാങ്ങി 15 ദിവസം മുമ്പ് വന്നുകൊണ്ട് കുറച്ച് മരുന്ന് വാങ്ങിപ്പോയി. എന്നിട്ടിപ്പോൾ കുടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് വേദം കണ്ടു. അപ്പോൾ വീണ്ടും വന്നതാണ് ഇന്ന്. അവര് കിഡ്നി സംബന്ധമായ രോഗം, ആർക്കാണ് കിഡ്നി സംബന്ധമായ രോഗം? എന്റെ പെങ്ങളെ മകനക്ക് കിഡ്നി സംബന്ധമായ രോഗം കാരണം AB കുട്ട്യാനം എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകന്റെ വീഡിയോ കണ്ട് ആ വീഡിയോയിലൂടെ ഇവിടുത്തെ വഴി അന്വേഷിച്ചു വന്ന് ഇവിടുന്ന് 15 ദിവസം മുമ്പല്ലേ പറഞ്ഞു, 15 ദിവസം മുമ്പ് ഇവിടുന്ന് മരുന്ന് വാങ്ങി അവർ പോയതാണ്. അവർ വീണ്ടും വന്നിരിക്കുകയാണ്. വീണ്ടും വന്നിരിക്കുന്നത് 15 ദിവസം ആ മരുന്ന് കഴിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആ രോഗം മുമ്പുണ്ടായിരുന്ന രോഗത്തിന്റെ ആ മൂർച്ഛിച്ച അവസ്ഥയിൽ നിന്ന് ഭേദമായിട്ടുണ്ടോ? കുറച്ച് കുറവ് കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് പോകുന്നത്. നമുക്ക് 2-3 രക്തം പരിശോധിച്ചതിലൊക്കെ കുറച്ച് കമ്മി ഇങ്ങനെ കണ്ടു. അപ്പോൾ വീണ്ടും ഈ മരുന്നിന് പോകുന്നത്. അവർക്ക് ബ്ലഡ് പരിശോധിച്ചതിന് ശേഷം, ഇവിടുത്തെ മരുന്ന് കഴിച്ച് ബ്ലഡ് പരിശോധിച്ചതിന് ശേഷം അവരുടെ രോഗത്തിന് ശമനമുണ്ട് എന്നറിഞ്ഞാണ് അവരിവിടെ വരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടെ മറ്റൊരു വ്യക്തിത്വം കൂടിയുണ്ട്. നിങ്ങളുടെ പേര്? ഇബ്രാഹിം എന്നാണ്. നിങ്ങൾ ഇദ്ദേഹത്തിന്റെ കൂടെ വന്നതാണ്. എന്റെ അനിയന്റെ മോനാണ്. അനിയന്റെ മോനാണ് നിങ്ങളുടെ പെങ്ങളാണ്.
അപ്പൊ ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, കാരണം ഈ മനുഷ്യനെ പറ്റിയിട്ട് ഇദ്ദേഹം വലിയ മനുഷ്യനാണ് എന്ന് ഞാൻ പറയുന്നത്, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞ് 5-6 ദിവസം പരിചയമുള്ളൂ. പക്ഷെ ഇദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ, വ്യക്തിഹത്യ നടത്താൻ, തരംതാഴ്ത്തി ചിത്രീകരിക്കാൻ ഒരുപാട് പേർ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതില് ആ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിനെതിരെ വന്ന വീഡിയോ ഇവരും കണ്ടിട്ടുണ്ട്. ഇവർ പറയുന്നു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആ എതിരെ വന്ന വീഡിയോയില് നിങ്ങൾക്ക് ഇദ്ദേഹം ഇവിടുന്ന് വ്യാജസിദ്ധനാണ് എന്നും ഇദ്ദേഹം ഇവിടുന്ന് പണം വാങ്ങി പറ്റിക്കുന്ന ആളാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നമുക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടല്ലേ ഇന്നലെ കണ്ടിട്ട് ഒന്ന് വന്നത്. ഈ മരുന്നിന് പൈസ വാങ്ങിയിട്ടില്ലല്ലോ, പൈസ വാങ്ങണ്ടേ. നിങ്ങളടുത്ത് ഇദ്ദേഹം ഈ കോട്ട അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മനുഷ്യൻ നിങ്ങളടുത്ത് എന്തെങ്കിലും പാരിതോഷം ചോദിച്ചു വാങ്ങിയിട്ടുണ്ടോ? അന്നും വാങ്ങിയിട്ടില്ല, ഒന്നും വാങ്ങിയിട്ടില്ല. അന്നിപ്പോ കൊടുത്തപ്പോ അവിടെ വെക്കേണ്ട ഒരു വേണ്ട, പൈസ വേണ്ട, ഒന്നും വാങ്ങിയിട്ടില്ല. ഓക്കെ, പിന്നെ ഇത് കണ്ടും ചെയ്തു. നേരത്തെ വാട്സാപ്പിൽ എതിര് സംസാരം കേട്ടു. അപ്പൊ ഇവര് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. 1 രൂപ പോലും വാങ്ങിയിട്ടില്ല, 1 രൂപ പോലും ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ ശബ്ദം ശ്രവിച്ച എല്ലാ സഹോദരന്മാരും ഇത് ഷെയർ ചെയ്യണം. കാരണം ഇവിടെ ഒരുപാട് പേര്, നിങ്ങൾ എന്റെ പിന്നിൽ നോക്കണം, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾ എന്റെ പിന്നിലുള്ള ആളുകൾ ഇന്നിവിടെ ഈ മനുഷ്യ സ്നേഹിയുടെ അടുത്ത് വന്ന് ഇവിടുത്തെ മരുന്നിൽ രോഗം ഭേദമാകുന്നുണ്ട് എന്ന് പറഞ്ഞ് വന്ന ആളുകളാണ്. ഒരുപാട് പേര് എനിക്ക് ഇപ്പോൾ പ്രതികരിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്താ നിങ്ങളുടെ പേര്? സയ്യിദ് മുഹമ്മദ്. സയ്യിദ്, എവിടെ നിങ്ങൾ വരുന്ന? കോഴിക്കോട്. നിങ്ങൾ എന്താ രോഗത്തിന്റെ ഉത്തരത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിയിട്ട് അവിടുന്ന് വന്ന എവിടെ എങ്ങനെ അറിഞ്ഞ വന്നാണ്? കണ്ട് വേറെ അനുഭവപ്പെട്ട ആളും എവിടെ സംസാരിക്കും? നിങ്ങളോട് എന്തെങ്കിലും പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഒന്നുമില്ല. 1 രൂപ പോലും ആവശ്യപ്പെട്ടിട്ടില്ല. 1 രൂപ പോലും ആവശ്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്നവരെല്ലാവരും ഇത് വീഡിയോ ഷെയർ ചെയ്യണം. കാരണം എനിക്ക് എന്തെങ്കിലും പാരിതോഷികം കിട്ടുന്നത് കൊണ്ടല്ല. ഇന്ന് പറഞ്ഞു നൗഫലിന് 1000 രൂപ കൊടുത്തിട്ടാണ് നൗഫൽ വീഡിയോ പ്രചരിപ്പിക്കുന്നത്. ഞാനിവിടെ 4-5 പ്രാവശ്യം വന്നു. 1500 രൂപയോളം ഡീസൽ അടിച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ദിവസവും 1000 രൂപ എന്റെ വണ്ടിക്ക് ഡീസൽ അടിക്കുന്ന പണമാണ്. അതുകൊണ്ട് ആരും തരംതാഴ്ത്തി ചിത്രീകരിക്കരുതെന്ന് ഓർമ്മപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന നന്മയെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യരുത്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും അദ്ദേഹത്തിനെ കുറിച്ച് ചോദിച്ച് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക, ഇവിടെ വന്ന് അന്വേഷിക്കുക. എന്തിനാണ് ആ പാവപ്പെട്ട ഒരു മനുഷ്യൻ 1 രൂപ പോലും അദ്ദേഹം വാങ്ങുന്നില്ല. അദ്ദേഹം ഇവിടെ വന്ന് എന്നോട് പറഞ്ഞത്, ഞാൻ ഈ പണി നിർത്തുകയാണ് നോക്കുക, കാരണം ഞാൻ നന്മ ചെയ്തിട്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നത് എന്ന് വളരെ അദ്ദേഹം കണ്ണീരോടുകൂടിയാണ്, ഹൃദയവേദന കൂടിയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, ഒരുപാട് പേര് രോഗത്തിന് ശമനമുള്ള ഈ ഒരു മഹത്തായ ഒരു സ്ഥലത്തെ, ആ കരുണയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ ദയവ് ചെയ്ത് മോശമായി ചിത്രീകരിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു ലൈവിൽ വന്നത് നൗഫൽ വലിയ ആളാൻ വേണ്ടി വന്നതാണ് എന്ന് വീണ്ടും മറ്റൊരു ലൈവ് വന്നേക്കരുത് എന്നതുകൊണ്ട് തന്നെ പറയുന്നു. നൗഫൽ 4000 പേരല്ല, 4 പേരെങ്കിലും നൗഫൽ വെളിയിൽ കൊണ്ടുവന്നാൽ ഇവിടുത്തെ മരുന്ന് കഴിച്ച് രോഗം ഭേദമായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ നൗഫലിനോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആളാണ് ഇന്ന് ഞാൻ ലൈവിൽ വന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഏകദേശം നാളെ ഒരു എത്ര എനിക്ക് കഴിയുന്നുണ്ട്, എത്ര പേര് ഇവിടെ രോഗം ഭേദമായ ആൾ വന്നിട്ടുണ്ടോ അവരുടെ ഒക്കെ മുമ്പിൽ വന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ലൈവ് ഞാൻ സംപ്രേഷണം ചെയ്യുന്നതാണ്. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഒരുപാട് രോഗികൾ ഇവിടെ വരുന്നുണ്ട്. ആ രോഗികളുടെ രോഗശമനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കാരണം വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി മാരകമായ രോഗങ്ങൾ കൊണ്ട് ഇവിടെ വരുന്നവരാണ്. ഹോസ്പിറ്റലിൽ കൈവിട്ട കേസുകൾ പോലും ഇവിടെ വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കഴിയുന്ന ആൾ പോലും ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ദയവുചെയ്ത് എല്ലാവരും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഗൂഡല്ലൂരിൽ നിന്ന് നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂർ താലൂക്കിൽ നിന്ന് മണ്ണുവയിൽ നിന്ന് വരുന്നു. പുഴമ്പെട്ടി തങ്കച്ചൻ എന്ന് പറയുന്ന എന്റെ ബന്ധുക്കാരന് 2 കിഡ്നിയും ഫെയിലറായ ആ സ്ഥാനത്ത് നിന്ന് കോട്ട അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആ നല്ല മനുഷ്യന്റെ മുന്നിലേക്ക് ഞങ്ങള് തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് കടന്നു വരികയാണ്. പച്ചമരുന്ന് കൊണ്ട് സുഖപ്പെടുന്ന ഒരു വൈദ്യ ചികിത്സയുണ്ട് കാസർഗോഡ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെ കടന്നു വന്ന് ആ പുണ്യ വ്യക്തിയുടെ കയ്യിൽ നിന്ന് 15 ദിവസത്തേക്ക് ഈ തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നു. 15 ദിവസത്തെ 7.5 ക്രിയാറ്റിൻ പെരിന്തൽമണ്ണ EMSലെ അതിവിദഗ്ധരായ ഡോക്ടർ നിർദ്ദേശിച്ച ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ടെസ്റ്റ് ചെയ്തപ്പോൾ 7.5 നിന്ന് 15 ദിവസത്തേക്ക് കാസർഗോഡ് നിന്ന് കോട്ട അബ്ദുറഹ്മാൻ സാഹിബിന്റെ ആ മരുന്ന് കഴിച്ചപ്പോൾ 5.1% മാറി 15 ദിവസം കൊണ്ടെന്നുള്ള സന്തോഷ വാർത്ത സ്നേഹത്തോടും പുണ്യത്തോടും കൂടി ഈ നല്ല മനുഷ്യരെ അറിയിക്കുകയാണ്. ഞാൻ നാട്ടക്കല്ല് ദേർലഘട്ടയിൽ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ആളാണ്. ഞാൻ ഈ കോട്ടയിൽ വന്ന് ഞാൻ ഏനപ്പയിൽ പോയപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ക്യാൻസറാണ് ലിവറിൽ,
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നിട്ട എന്ന ആശുപത്രിയിൽ പോയി. അവിടെയും അങ്ങനെ പറഞ്ഞു. അവസാനം ഞങ്ങൾ ഈ കോട്ടയം അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് വന്നിട്ട് 21 ദിവസം കഴിക്കുമ്പോൾ എൻ്റെ സുഖേട് മാറി. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദ് സിറാജുദ്ദീൻ തങ്ങളടുക്കൽ പോയി. ഞാൻ അതിന് ചോര പരീക്ഷയാക്കി, രക്തം പരീക്ഷയാക്കി നോക്കുമ്പോൾ അതെല്ലാം പരിപൂർണമായി സുഖമായിട്ടുണ്ട്. അൽഹംദുലില്ലാ. ക്യാൻസർ ഇപ്പൊ ഇല്ലാന്ന് ഡോക്ടർ പറഞ്ഞു. പരിപൂർണമായി. കോട്ട അന്തായിച്ചാന്റെ മരുന്നെടുത്ത് അതീവ ഗുരുതര നിലയിലായ ഒരു രോഗിയാണിത്. പേര് കൊട്ടച്ചാലിലെ കുഞ്ഞാപ്പ മണിയാണ്. മല്ലം കൊട്ടച്ചാലിലെ കുഞ്ഞാപ്പ മണിയാണ്. കോട്ട അന്തായിച്ചാന്റെ വ്യാജ ചികിത്സ കാരണമാണ് ഇദ്ദേഹം അവശനിലയിലായതെന്ന് ബന്ധുക്കൾ പറയുന്നു. കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ വാർത്തകളുമായി എൻ്റെ വാർത്ത വീണ്ടും വരാം. നന്ദി, നമസ്കാരം.